ആ സുമി, ഞാൻ ഇപ്പൊ വിചാരിച്ചേയുള്ളൂ ക്ലബില് മീറ്റിംഗിൽ നീ വരുന്നില്ലേ? സന്ധ്യച്ചി, സുരേഷ് ഏട്ടൻ ഉണ്ടോ അവിടെ? ആ ഉണ്ട്. താഴെ എന്തോ പണിയില്ല. എന്തേ? അല്ല, സുരേഷ് ഏട്ടൻ ഇപ്പൊ നിങ്ങളെ ശരിയാടല്? എന്ത്? സുരേഷ് ഏട്ടൻ സ്ഥിരമായിട്ട് നിങ്ങളെ അണ്ടർവെയർ ആണോ ഉപയോഗിക്കുന്നത്? ഇത് എന്ത് ചോദ്യാടി? സുരേഷ് ഏട്ടൻ ഇവിടെ എത്ര അണ്ടർവെയർ ഉണ്ട് പുതിയത്? പിന്നെ എന്തിനാ എന്റേത്? അല്ല, ഇതെന്താ നീ ഇങ്ങനെ ഷെഡിയുടെ കണക്കെടുക്കാൻ? അത് എന്റെ ഹസ്ബൻഡിന്റെ. സുധിയില്ലേ അവിടെ? അല്ല സന്ധ്യച്ചിയെ, ഇവിടെ ചെറിയൊരു പ്രശ്നം. ഞാൻ 2 ദിവസം വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോ തലേണേന്റെ അടിയിൽ ഏതോ ഒരു തടിച്ച് പെണ്ണിന്റെ വൃത്തികെട്ട ഒരു പഴയ ചട്ടി. സുരേഷ് ഏട്ടൻ ഇവിടെ വന്നപ്പോ അഴിച്ചിട്ടതായിരിക്കും എന്നാ സുധിയേട്ടൻ പറയുന്നത്. അതൊന്നും അറിയാൻ വേണ്ടി വിളിച്ചതാ. ഞാനത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. വയസ്സ് കണ്ടിട്ട് ഏതോ ഒരു തടിച്ച് പെണ്ണിന്റെ ആണെന്ന് ഉറപ്പാ. അങ്ങനെ ഒരു ചട്ടി ഉണ്ടോ സന്ധ്യച്ചിക്ക്? നരച്ച നീല നിറത്തില് ഓട്ടൊക്കെ ആയിട്ട്. നീ എന്താ ഈ പറയണത്? എന്റെ ഡ്രസ്സിംഗ് ഒക്കെ നീ കാണാറുള്ളതല്ലേ? ഏടി, അണ്ടർവെയർ ഒന്നും 6 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞ മാസം ക്ലബിൽ ഡോക്ടർ വന്നപ്പോ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ഞാനൊക്കെ അതിന് മുൻപേ അങ്ങനെ. എന്റേതല്ല, നീ സുധിയോടെ ഒന്ന് ചോദിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? കാര്യം മനസ്സിലായില്ലേ? ഇതാ ഞാൻ പറഞ്ഞേ. വെറുതെ എന്നെ സംശയിച്ചില്ലേ? ഇതേതായാലും ഫേസ്ബുക്കിലൊന്നും ഒരെണ്ണം, ജസ്റ്റ് എൻ അണ്ടർവെയർ, ഫുള്ള് ലൈക്കായിരിക്കും. അതിനു മുമ്പ് ആ സുരേഷ് ഏട്ടനെ വിളിച്ച് 4 തെറി പറയട്ടെ. ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് കാല് നീട്ടിയിരുന്ന് കളിക്കുന്നുണ്ടില്ലേ? ശരിയാക്കി തരണ്ട ഞാൻ. മനുഷ്യന്റെ മാനം കെടുത്തി അടങ്ങുന്നു പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. ആരാടി? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എന്റെ പഴയ ഷെഡിട്ട് പോയതും പോരാ, അത് അവിടെ അഴിച്ചിട്ട് വന്നിരിക്കുക. അതെങ്ങനെ നീ അറിഞ്ഞ്? പ്രശ്നാക്കണ്ടടി, ഞാൻ വൈകുന്നേരം പോയിട്ട് എടുത്തോണ്ട് വരുന്നുണ്ട്. അത് എവിടെയും പോവില്ലടോ, സൂതിന്റെ വീട്ടിലല്ലേ. ബോധരത്തിന് മനുഷ്യൻ. എന്ത് പറ്റിടി? ഇതേ മനുഷ്യ, അതെങ്ങനെ എന്റെ ഷെഡിയോട് സുധിയോടെ മറ്റേ പറഞ്ഞോ? ഇപ്പൊ അങ്ങനെയായോ? അപ്പൊ അത് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരണ്ടേ? സുധിയെ 100 ആയിഷാബാഹ എനിക്ക് ഇപ്പൊ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. ആ പിന്നെ ഷഡ്യ ഞാനോ? എനിക്കെന്താ പ്രാന്തായി പോയി. സുധിയെ റേഞ്ച് ഇല്ലടാ. ആ ആ പിന്നെ വിളി. ആ സുമിയേ, അത് സുരേഷ് ഏട്ടന്റെ അല്ലോലെ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഉരുക്കുപോലെ എന്ന് നമ്മൾ കരുതുന്ന പലതും ഉപ്പുപോലെ പൊടിഞ്ഞു വീഴാൻ വലിയ വലിയ കാരണങ്ങളൊന്നും വേണ്ട തന്നെ. ഏതായാലും ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല.